ഇനി ഇപ്പം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊജക്ട്സ് ഒക്കെ ഓൺഗോയിങ് ആയിട്ടുണ്ടോ? നിലവിൽ പ്രോജക്റ്റുകൾ കുറേ ഉണ്ട്, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രോജക്റ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുൻകാലത്ത്, അതായത് ഞാൻ ഈ ചൈൽഡ് ലൈനിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് UDF സർക്കാരായിരുന്നു. ആ സമയത്ത് ഷഫീഖ് എന്ന് പറഞ്ഞൊരു കുട്ടി രണ്ടാനച്ഛൻ ഉപദ്രവിച്ചായിട്ട് ഭയങ്കര കോമ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി ഭയങ്കര അതിക്രമം അയാളിൽ നിന്നുണ്ടായി, ചുമരിലേക്ക് എറിയോ അങ്ങനെ എന്തൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആ സമയത്ത് അത് രണ്ടാനച്ഛനായിരുന്നു അത് ചെയ്തത്. ആ സമയത്ത് ആ സർക്കാർ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഏൽപ്പിച്ചു. അതിനാണ് ഷഫീഖ് കമ്മിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അവരൊരു പഠനം നടത്തിയിട്ട് ഭയങ്കര ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു, സർക്കാരിന് കൊടുത്തു. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് വൾണറബിലിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടാനും അതിക്രമത്തിനിരയാനും സാധ്യതയുള്ള വീടുകളുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു മാപ്പിംഗ് നടത്തുക. ഇപ്പം നിങ്ങളെ വാർഡിൽ വൾണറബിൾ ആയിട്ടുള്ള എത്ര ഫാമിലികളുണ്ട് എന്നുള്ളത് നോക്കുക. മീൻസ് വൾണറബിൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരൻറ്റ് സൈക്യാട്രി ആയിരിക്കാം, അതല്ലെങ്കിൽ 2 പേരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേരും വിദേശത്തായിരിക്കാം, ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കൂടെ പിന്നെ വളരുന്ന കുട്ടിയാണ്. ഇത് വൾണറബിളാണ്, കാരണം അവർ കേപ്പബിൾ അല്ല. അതേപോലെ തന്നെ സൈക്യാട്രി ആയിട്ടുള്ള ഒരാൾ സൈക്യാട്രി ആണെങ്കിൽ സിംഗിൾ പാരൻറ്റിങ് എഫക്റ്റാണ്. അതേപോലെ സിംഗിൾ പാരൻറ്റിങ്, ഒരാൾ മാത്രം ബ്രെഡ് വിന്നറായിട്ട് കുട്ടിയെ വളർത്തുന്ന ആളുകളുണ്ടാവും, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ. ആ കുട്ടി വൾണറബിളാണ്. മീൻസ് ആ വീട്ടിൽ വേറൊരാൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനില്ലെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള മീൻസ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഒരു പാരൻറ്റ്, അത് വൾണറബിൾ ഫാമിലിയാണ്. ആ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് തന്നെ ആ കുട്ടിക്ക് അബ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വീടുകൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീനെ പിന്നെ ആരുടെയെങ്കിലും കൂടെ ഒരു അസമയത്ത് കാണുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കാണുകയാണെങ്കിൽ വേഗം നോട്ടീസ് ചെയ്യാം. കറക്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? അത് നോട്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർഡിലും ജാഗ്രതാ സമിതികളുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട ടീമുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഫോളോ ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി അന്ന് UDF സർക്കാർ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മാറി, അടുത്ത സർക്കാർ വന്നു. അടുത്ത സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പത്തെ സർക്കാർ എടുത്ത പ്രൊജക്റ്റുകളൊന്നും ഫോളോ ചെയ്യില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. അത് ഈ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മേഖലയിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളുകൾ, ഞാനും ഒക്കെ അന്ന് എന്തെങ്കിലും ചാൻസ് കിട്ടിയത് വിളിച്ചു പറയരുത്, കാരണം അത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നീട് ഇപ്പോൾ എന്തൊക്കെയോ അതിന് റെക്കമെൻഡേഷൻസ് കുറച്ചൊക്കെ എടുത്ത് പുതിയൊരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. പക്ഷേ ഇപ്പോഴും അത് അത്ര പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകേണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ, ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞെന്ന് പറയും. ഉണ്ണികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണം കണ്ടാലറിയാം പിന്നെ നമ്മൾ നമ്പർ 1 ഒന്നും അല്ല എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ നമ്പർ 1 പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് റിപ്പോർട്ട് ചെയ്യുന്നു, എണ്ണം കൂടുന്നു. എണ്ണം കുറഞ്ഞു വരികയാണ് വേണ്ടത് വർഷം കൂടുന്തോറും. ഇത് വർഷം കൂടുന്തോറും കൂടി വരികയാണ്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറക്കുകയാണ് വരും. ആക്റ്റീവല്ല, സിസ്റ്റം ആക്റ്റീവല്ല എന്ന് തന്നെ ആണെങ്കിൽ പറയാം. ഇനി ഇപ്പം ഞാൻ അത് പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ ആക്റ്റീവ് ആണെന്നൊക്കെ തോന്നും. വൺസ് ഇതിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് അത് ഭയങ്കര ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റും അത് ആക്റ്റീവല്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടിരിക്കുക, ഞാൻ മാറിപ്പോവും. ഇരിക്കുക. ഓക്കെ, റെഡി അല്ലേ?